സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിന് പിന്നിൽ പി ജയരാജൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ കൂത്തുപറമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൂത്തുപറമ്പിൻ്റെ കാര്യം തന്നെയാണ്. കൂത്തുപറമ്പ് സംഭവം ഓർമ്മിപ്പിക്കുകയാണ് പി ജയരാജൻ. കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവാഡ ചന്ദ്രശേഖർ എന്നാണ് പരാമർശം. പിന്നെ എപ്പോഴും പി ജയരാജൻ പറയുന്ന പോലെ, പക്ഷേ അത് വിവാദമാക്കുന്നത് മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ കേക്കിങ് ഐസിങ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും പി ജയരാജൻ എന്ന് പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ കാതൽ, അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഇയാൾ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണ് എന്ന് പി ജയരാജൻ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാരിനെ. നിയമനത്തിൽ വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും പി ജയരാജൻ പറയുന്നു. പട്ടികയിലുണ്ടായിരുന്ന നിതിൻ അഗർവാൾ CPM-കാരെ തല്ലിച്ചതച്ചിട്ടുണ്ടെന്നും യോഗേഷ് ഗുപ്ത ഒഴിവാക്കിയത് എന്തിനാണെന്ന് അറിയില്ല, അത് സർക്കാരിനോട് ചോദിക്കണം എന്നുമാണ് പി ജയരാജൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSP-യുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സംഘർഷമുണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിട്ടു. അതാണ് നയപരമായ തീരുമാനം. മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ CPIM ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതി. അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ, പാർട്ടി ഭരണം, സെൽഭരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം, അതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. ശ്രീമോഹന വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. ശ്രീത്ത്, അത് മാധ്യമങ്ങൾക്ക് മേൽ പതിവ് പോലെ പി ജയരാജൻ ആ പഴി ചാരുന്നുണ്ടെങ്കിൽ തന്നെയും കൂത്തുപറമ്പ് വെടിവെപ്പ് പി ജയരാജൻ്റെ ഒക്കെ ഉള്ളിലെ നീറ്റിലാണ്, അടങ്ങാത്ത വേദനയാണ്. ആ വേദനയ്ക്ക് കാരണക്കാരൻ ഉദ്യോഗസ്ഥൻ DGP ആയി വരുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു രോഷം ആ വാക്കുകൾക്കിടയിലുണ്ട്. ശ്രീ, തീർച്ചയായും അശ്മി, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പി ജയരാജന്റെ മനസ്സിലെ മാത്രം നീറ്റലല്ല. കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾ, അത് ഓരോ CPM-കാരൻ്റെയും അതുപോലെ തന്നെ ഓരോ DYFI-കാരൻ്റെയും നെഞ്ചിലെ കനലും നീറ്റലും ഒക്കെയാണ്. അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. റവാഡ ചന്ദ്രശേഖരൻ എന്ന പുതിയ DGP അക്കാലത്ത് ASP ആയിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെച്ച് കൊല്ലാൻ, കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്താൻ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉത്തരവിട്ടത് എന്നാണ് പി ജയരാജൻ. കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്യുന്നത്. നിയമനത്തിൽ വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, എല്ലാം പാർട്ടിയാണ് വിശദീകരിക്കേണ്ടതെന്ന നിലപാട് പറയാൻ കഴിയില്ല. പാർട്ടിയും സർക്കാരും രണ്ട് സംവിധാനങ്ങളാണ്. പക്ഷേ പാർട്ടിയുടെ കൂടി ഉൽപ്പന്നമാണ് ഈ സർക്കാർ എന്ന കാര്യം പി ജയരാജൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പ്രധാനമായും പറയുന്നത്, പട്ടികയിലുണ്ടായിരുന്ന നിതിൻ അഗർവാൾ CPIM-കാരെ തല്ലിച്ചതച്ച ആളാണ്. പക്ഷേ യോഗേഷ് ഗുപ്ത, പട്ടികയിലുണ്ടായിരുന്ന മറ്റൊരാളാണ് യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് അറിയില്ല എന്ന് കൂടി പറയുന്നു. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പ് തങ്ങൾ മറന്നിട്ടില്ല, അത് റവാഡ ചന്ദ്രശേഖരൻ എന്ന അന്നത്തെ ASP ആയിരുന്ന ആൾ അതിന് ഉത്തരവാദി തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല എന്ന് പി ജയരാജൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഓർമ്മിപ്പിക്കുകയാണ്. അത് സ്വാഭാവികമായി CPM-നെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഏത് തരത്തിൽ വിശദീകരിക്കുമെന്നതിനെക്കുറിച്ച് അറിയില്ല. അല്പസമയത്തിനകം ഒരുപക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അദ്ദേഹത്തോടും മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. എന്തായാലും CPM-ന് ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരും. പിന്നീട് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നതിനെക്കുറിച്ച് സർക്കാരാണ് വിശദീകരിക്കേണ്ടത് എന്നാണ് ഇത്തരത്തിൽ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൂത്തുപറമ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഇത്തരത്തിൽ റവാഡ ചന്ദ്രശേഖരൻ വരുമ്പോൾ CPM-കാരെ അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരാണ് എന്നാണ് പറയാതെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ഈ പോലീസുകാരെ വ്യക്തിവൈരാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റമുക്തരാക്കിയപ്പോൾ CPM നേതാക്കൾ അടക്കം അതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു എന്നാണ് ശ്രീത്തൻ്റെ കാലത്തെ ഒരു ഓർമ്മ. അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇതിൽ പി ജയരാജൻ്റെ പ്രതികരണത്തിന് പിന്നാലെ കൂടുതൽ CPM കണ്ണൂർ നേതാക്കളോടൊപ്പം മറ്റ് ബാക്കി ജില്ലകളിലെ CPM-കാർക്ക് ഒരുപക്ഷെ അത് ടൈം ഹീൽ എന്ന പ്രക്രിയയിൽ കൂടെ കടന്നു പോകാമെങ്കിലും ഒരുപക്ഷെ കണ്ണൂരിലെ CPM-ന് പി ജയരാജനും MV ജയരാജനും EP ജയരാജനും അടക്കം കണ്ണൂർ CPM-ന് അത് അത്ര പെട്ടെന്ന് ടൈം ഹീൽ ഉണ്ടാക്കുന്ന ഒന്നല്ല. അത്രയും പെട്ടെന്ന് കാലം മായ്ക്കുന്ന മുറിവല്ല. ഏറ്റവും ഒടുവിൽ ജീവിച്ചു മരിച്ച സഖാവ് പുഷ്പൻ്റെ അടക്കം ഓർമ്മകൾ. കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണോ ശ്രീ?
തീർച്ചയായും അക്കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അത് കണ്ണൂർ CPM എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഹാഷ്മി. അത് കണ്ണൂർ CPM മാത്രമല്ല, DYFIക്ക് 5 രക്തസാക്ഷികൾ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ, അതുപോലെ തന്നെ പുഷ്പന്റെ ഓരോ കാലഘട്ടത്തിലും പുഷ്പന്റെ വീടിന് മുൻവശത്ത് എന്ന് പുഷ്പനെ അനുസ്മരിച്ച് പാട്ടുപാടുക, അല്ലെങ്കിൽ പുഷ്പന്റെ അക്കാലം അനുസ്മരിച്ച് പാട്ടുപാടുക, ഇതൊക്കെയാണ് DYFIയുടെ സൈബർ ഇടങ്ങളിലൊക്കെ അല്ലെങ്കിൽ CPMയുടെ സൈബർ ഇടങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സ്വാഭാവികമായി കണ്ണൂർ നേതാക്കൾക്ക് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അതത്ര പെട്ടെന്ന് ഹീൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ അക്കാലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അത് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് PM മനോജ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PM മനോജ് ആയിരുന്നു അക്കാലത്ത് ദേശാമാനയുടെ കുത്തുപറമ്പ് ലേഖൻ. അദ്ദേഹം അടക്കം ആ കുത്തുപറമ്പ് വെടിവെപ്പിന് ദൃക്സാക്ഷിയായ ആളാണ്. അവിടെ നിന്ന് ഓടി മാറിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേർക്കടക്കം ആ വെടിയുണ്ട പാഞ്ഞു വരുമായിരുന്നുവെന്ന് പിന്നീട് PM മനോജ് വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്തായാലും റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കുമ്പോൾ സർക്കാർ ഇത്തരത്തിൽ മറുപടി പറയേണ്ടത് പൊതുജനങ്ങളോട് മാത്രം, പൊതുസമൂഹത്തോട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ ഒരു ഉൽപ്പന്നം, ഈ പാർട്ടിയുടെ ഉൽപ്പന്നമാണല്ലോ സർക്കാർ, ഈ സർക്കാരിനെ കാരണക്കാരായ ആ പാർട്ടിയോട് കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ സഖാക്കളോട് കൂടിയാണ്. അത് ഏതർത്ഥത്തിൽ സർക്കാരും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും വിശദീകരിക്കുമെന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ എന്തായാലും ആ ചോദ്യം അവിടെ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതിന് CPM ഏത് രീതിയിൽ മറുപടി? ഇപ്പോൾ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി എന്നൊക്കെ SFI DYFIയോടൊക്കെ കാലാകാലത്തെ മുദ്രാവാക്യമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ കുത്തുപറമ്പ് വെടിവെപ്പിലൊക്കെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് അതിൻ്റെ വാർഷികത്തിലൊക്കെ. അപ്പോൾ ആ കാലം സാക്ഷിയായി ആ വെടിവെപ്പിന് കാരണക്കാരനായ ഒരാൾ DGP ആയിട്ട് വരുന്നതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റവാഡയുടെ ഭാഗത്തും അദ്ദേഹത്തിന് ന്യായീകരണങ്ങൾ ഉണ്ടാകാം. കോടതിയിൽ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം ഇല്ല എന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ഉത്തരവ്, ഈ പറയുന്ന രീതിയിൽ ചോര ഒലിപ്പിച്ച ഒരു ഉത്തരവാണത്. അപ്പോൾ സ്വാഭാവികമായും CPM നേതാക്കൾ പരസ്യമായി പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു ചർച്ചാ വിഷയമാകും. അതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയും പറയേണ്ടി വരും. കാത്തിരുന്ന് കാണാം.